ചെയ്തിട്ടുണ്ട്. അതൊരു സീരിയസ് മൂവിയായിരുന്നു, പക്ഷേ അത് നല്ല കോമഡി ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിങ്ങും എല്ലാവരും അവരുടെ റോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ധ്യാനിന്റെ കോമഡി വർക്കായോ? യെസ്, ഓഫ് കോഴ്സ്, നന്നായിട്ടുണ്ട്. ധ്യാൻ ഇഷ്ടമാണോ? ഇന്റർവ്യൂ ആണോ ഇഷ്ടം, പടങ്ങളാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. നന്നായിട്ടുണ്ട് എന്തായാലും. താങ്ക് യു. അത്യാവശ്യം മാസീവ് എന്നൊരു പൊട്ടൻ കഥാപാത്രം, പക്ഷെ പുള്ളി ഒരു നല്ല വൈബായിരുന്നു. സിനിമാറ്റോഗ്രഫി നല്ല രസമുണ്ടായിരുന്നു. ബാക്കി നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിൾ, നമുക്കൊന്ന് കണ്ട് ചിരിച്ച് മറന്നറിയാൻ പറ്റൊരു ധ്യാൻ പടം. മറ്റൊരു വെള്ളിയാഴ്ച മറ്റൊരു ധ്യാൻ പടം. പ്രൊമോട്ട് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം ശരിക്കും നടന്ന സ്റ്റോറി അതേപോലെ തന്നെ അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ഇൻസിഡൻസ് പറ്റി പറഞ്ഞാൽ നമ്മൾ കള്ളപ്പണമല്ല സ്വർണം തട്ടിപ്പ്, നിധി കിട്ടി, അതിനകത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ നാട്ടിലല്ലേ പുറത്ത് ഈ പറഞ്ഞ കർണാടക ആ ഒരു റേഞ്ചിലത്ത് കുറേ നടന്ന സംഭവങ്ങളുടെ ഒരു എസൻസ് എടുത്തിട്ട് അത് ഒരു മൂവി രീതിയിലാക്കി വെച്ചേക്കാണ്. ധ്യാൻ ചേർന്ന് അടിപൊളിയായിട്ടുണ്ട്. അടിപൊളി അഭിനയം, നല്ല പെർഫോമൻസാണ്. ഫണ്ണാണോ പടം? എല്ലാം ഉണ്ട്. മുകേഷ് ചേട്ടനും ധ്യാനൊക്കെ കോമഡിയൊക്കെ അത്യാവശ്യമൊക്കെ വർക്കൗട്ടായി. മുകേഷ് ചേട്ടൻ ഒരു തിരിച്ച് കോമഡി കുറേ കൊല്ലമായില്ലേ ചില പടങ്ങളൊക്കെ മുകേഷ് ചേട്ടൻ്റെ കോമഡി പടങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സൂപ്പർ സിന്ദഗി എന്ന സിനിമ മുകേഷ് ചേട്ടൻ്റെ കോമഡി പടങ്ങൾ ഇപ്പോൾ ഗംഭീര അടിപൊളി പെർഫോമൻസ്. പടം രസമായിട്ട് വരുന്നുണ്ട്. കളർഫുൾ, ഫീൽ ഗുഡ്, മാസ്, ക്ലാസ്, ഇമോഷൻസ് എല്ലാം കൂടി ഒരു ചേരുവകളുള്ള സിനിമയാണ്. ഡാൻസ് ശ്രീനിവാസൻ്റെ ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് സിനിമയെന്ന് പറയാം. ലേഡീസ് ഓറിയൻറ്റഡ് സിനിമയാണ്. കാരണം ഒരുപാട് സ്റ്റാർ വാല്യുള്ള പുതുമുഖ നടിമാരെ അവതരിപ്പിച്ചിട്ടുണ്ട് സിനിമയിൽ. അതും സിനിമയ്ക്ക് വർക്കൗട്ട് ആയപ്പോൾ ഡയറക്ഷൻ സൈഡാണെങ്കിലും മ്യൂസിക് ആണെങ്കിലും പിന്നെ മുകേഷ് ചേട്ടൻ്റെ അപ്പിയറൻസ് ആണെങ്കിലും പിന്നെ നമ്മുടെ സുരേഷ് കൃഷ്ണ പെർഫോമൻസ് ആണെങ്കിൽ നല്ല രീതി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് കൃഷ്ണ നല്ല രീതി ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഫൈറ്റ് ഗംഭീരമാണ്. ഒരു ഗൺ ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഉഗ്രമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സാധാരണ വിനീത് ശ്രീനിവാസൻ പടങ്ങളിലുള്ളതുപോലെ ഒരു ഫീൽ ഗുഡ് മൂവിയല്ല ഇത്. ഫീൽ ഗുഡിനോടൊപ്പം ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു പടമാണ് ഇത്. കോമഡിക്ക് കോമഡി, ത്രില്ലറിന് ത്രില്ലർ, എല്ലാം ഇടകലാവുന്ന ഒരു അടിപൊളി പടമാണ്. കണ്ടു. എല്ലാം മനസ്സിലായെന്ന് അറിയില്ല, പക്ഷേ മനസ്സിലായതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡാൻ സൂട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി. ലൈക്ക് കോമഡിയും ക്യാരക്ടറും എല്ലാം സൂട്ട് ചെയ്യുന്നൊരു നിങ്ങൾ പറയൂ എങ്ങനെയുണ്ട് സിനിമ കണ്ടത്? നമ്മളൊക്കെ ഒരു പാസിങ് കുറച്ച് വന്നു, നമ്മൾ ആ ഒരു സിനിമേൻ്റെ ഒരു ട്രാവലിൻ്റെ ഒരു ഭാഗമായിരുന്നേ ഉള്ളൂ. നമ്മൾ ഭയങ്കരമായിട്ടും നമുക്ക് കൂടുതലല്ല, പക്ഷേ എന്നാലും അതിൻ്റെ ഒരു പാർട്ടാവാൻ എക്സ്പെഷ്യലി ഒരു നടന്ന കഥയാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ വിൻറ്റേജ് സാറിന് കൂടെ കഥ പറയാൻ സഹായിക്കുക എന്നുള്ളതായിരുന്നു. എനിവേ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കോമഡിയൊക്കെ എങ്ങനെയുണ്ട്? ഇല്ലേ, നിങ്ങൾക്ക് എങ്ങനെ? എങ്ങനെയുണ്ടായിരുന്നു പടം? നല്ല സിനിമയായിരുന്നു. നമ്മൾ ഇതുവരെ കണ്ടുള്ള മലയാളം മൂവീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി നല്ല രസമുണ്ട്. ഫാമിലി എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്സ് ഒക്കെ ചെയ്തേക്കുന്ന ശ്രീജിത്ത് സാറാണ്. അതും എല്ലാം തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 4 ലാംഗ്വേജസിൽ ട്രാൻസ്ലേഷൻ അല്ലാണ്ട് എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് സോങ്സ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നല്ലൊരു മൂവി. ഓരോ മൂവിയിൽ എന്താ ഇഷ്ടപ്പെട്ടു? കാസ്റ്റാണോ, മൂവിയുടെ കാസ്റ്റാണോ, അതോ ബാക്ക്ഗ്രൗണ്ടാണോ? മൂവിയുടെ ആ ഒരു സിറ്റുവേഷൻ, അതായത് അതിൻ്റെ ലൊക്കേഷൻ ഫുള്ള് നമുക്ക് കാട് ബേസ് ചെയ്തിട്ട് വരുന്ന ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്.